നമസ്കാരം. ഞാൻ സന്തോഷ് അമ്പലത്തറ. ഇന്ന് നമ്മൾ പറയുന്നത് 2026 പുതുവർഷ ഫലങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ പുതുവർഷ ഫലങ്ങൾ എല്ലാ ജ്യോതിഷികളും പറയുന്ന രീതി എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ ചാരഫലം വെച്ചിട്ടുള്ള ഫലങ്ങളാണ്. അപ്പോൾ ഇത് 100% ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഫലങ്ങളെല്ലാം അനുഭവത്തിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ നടക്കുന്ന ദശകളോ അപകാരങ്ങളോ ഛിദ്രങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രഹങ്ങൾക്ക് നിങ്ങളുടെ ജാതകത്തിലുള്ള ബലാബലങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് ഒരാളുടെ ഫലം ഓരോ ജ്യോതിഷികളും കൃത്യമായിട്ട് പറയുന്നത്. അപ്പം നമുക്ക് 27 നക്ഷത്രം ഫലങ്ങൾ പറയുന്ന രീതിയുണ്ട് എങ്കിലും ചാരഫലങ്ങൾ ഒരു കോമൺ രീതിയിലാണ് എല്ലാ ജ്യോതിഷികളും പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് നോക്കാൻ ഉദ്ദേശിക്കുന്നത് ഭരണി നക്ഷത്രത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കെല്ലാം അറിയാം, നക്ഷത്ര ഗണനയിൽ 2ാമത്തെ നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. മേടക്കൂറാണ്. അപ്പോൾ മേടക്കൂറുകാർക്ക് ഇപ്പോഴത്തെ ചാരഫലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ 12ലാണ് ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ലഗ്നത്തിൽ 12, 2 ഈ 3 രാശികളിൽ ചാരവശാൽ ശനി വരുന്ന കാലഘട്ടത്തെ 7ര ശനി എന്നുള്ള ഒരു ഓമന പേരിലാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ കാര്യതടസ്സങ്ങളും പ്രയാസങ്ങളും മറവിയും അങ്ങനെ ഒരുപാട് ക്ലേശഫലങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് അനുഭവിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ ശനിയുടെ ആ പിടി നമ്മളിൽ മുറുകുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും അനുഭവത്തിൽ വരുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം. ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ ചിലപ്പോൾ രാജയോഗങ്ങൾ വരെ ഈ 7ര ശനി സമയത്ത് വന്നവർ ഒരുപാടുണ്ട്. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ഇതിൻ്റെ കോമൺ ആയിട്ട് പറയുമ്പോൾ പാവം വ്യയം ജപതനം നിരയും മാമാമ്പകം സ്ഥാനപ്രംശം ച വൈകല്യം എന്ന് പറയുന്ന പ്രമാണപ്രകാരം സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമായിട്ട് വരാനുള്ള സാധ്യത ഈ ഒരു വർഷം കാണുന്നു. അപ്പോൾ അത് നമുക്ക് ബുദ്ധിപൂർവ്വം മറികടക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടെയാണ്. അതായത് നമുക്കിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ വളരെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ വരവുകൾ കുറഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ വരുന്നത് നമ്മുടെ വരവ് ഈ ചെലവുകൾക്ക് തികയാതെ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അത്യാവശ്യമുള്ള ചെലവുകൾക്ക് മാത്രം നമ്മളിപ്പോൾ പ്രാധാന്യം കൊടുക്കുകയും ആവശ്യങ്ങളെ ഒന്ന് മാറ്റി വെക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇതിനെ നടന്ന് പോവാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ കൂടുതൽ പലിശക്കടങ്ങൾ, കടക്കെണികളിലോട്ടൊന്നും പോയി ചാടാതിരിക്കാൻ കഴിയുന്നതും അങ്ങനെയുള്ള വിഷയങ്ങളിലോട്ടൊന്നും ഇടപെടാതിരിക്കാൻ ഒന്ന് ശ്രമിക്കുന്നത് ഈ വർഷം നല്ലതാണ്. അതുപോലെ തന്നെ ഒരു വീഴ്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ വാസത്തിനോ ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ട് വാഹനങ്ങളൊക്കെ ഓട്ടിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടുവാനുള്ളൊരു വഴിയാണ്. പിന്നെ സഹായസ്ഥാനമാണ് 3 വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ശുഭഗ്രഹങ്ങൾ ഈ 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത്, പ്രത്യേകിച്ച് വ്യാഴം 3ൽ സഞ്ചരിക്കുന്നത് അത്ര നല്ല ഫലങ്ങളായിട്ടല്ല ആചാര്യന്മാർ പറയുന്നത്. നമ്മുടെ വിഷമങ്ങളുടെ അപ്പുറത്ത് ഇനി എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതിലോട്ട് നമ്മളെ തള്ളി വിടുവാനുള്ള ഒരു സാധ്യത ആണ് ആ 3ാം ഭാവത്തിൽ വരുന്നത്. ധൈര്യം വീര്യം നിർബുദ്ധി സഹോദര പരാക്രമവും ദശകർണ സഹായ ചിന്തനീയ സ്ത്രീയത. അപ്പോൾ സഹോദര സ്ഥാനത്തുള്ളവരുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ സാമ്പത്തികമായിട്ട് ഇടപാടുകളിൽ നിന്ന് കുറച്ച് അകൽച്ചകളോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ വരുവാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് ആ മേഖലയിലൊക്കെ ഇടപെടുകയാണെങ്കിൽ വളരെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇടപെടാൻ. അതുപോലെ അയൽപക്കം നമ്മൾ ചിന്തിക്കുന്നതും ഈ ഭാവം കൊണ്ടാണ്. അപ്പോൾ അയൽപക്കക്കാരുമായിട്ട് ആരോഗ്യപരമായ ബന്ധങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുക. വഴിയുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങളിലൊക്കെ ഏർപ്പെട്ട് കലഹങ്ങളും കേസ് വഴക്കുകളൊക്കെ വരുവാനുള്ളൊരു സാധ്യത കാണുകയാൽ അത്തരം വിഷയങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക.
അങ്ങനെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ കാര്യങ്ങളെ അതിജീവിക്കുവാനുള്ള ഒരു സമയം കൂടെയാണ്. അതുപോലെ തന്നെ ആ, മാതാവുമായിട്ട് ബന്ധപ്പെട്ട് മാതാസുഹൃത് മാതുലഭാഗിനിയും ക്ഷേത്രം സുഖം വാഹനമാസനം ച ലാളിത്യമമ്പക ശനഞ്ജവൃതി പശുവാദികം ജന്മഗ്രഹം ചതുർത്താൽ എന്ന് പറയുന്ന പ്രമാണപ്രകാരം മാതാവിനോ മാതൃവർഗത്തിൽപ്പെട്ടവർക്കോ ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന് കുറച്ച് ക്ലേശങ്ങൾ വരുവാനുള്ള സാധ്യത ഈ ഒരു സമയം കാണുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു ഡോക്ടറെയൊക്കെ കണ്ട് അതിന് വേണ്ട ചികിത്സാ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ജീവിതയാത്രയിൽ നമ്മൾ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടെ ഒരു നല്ല അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എങ്ങനെയെങ്കിലും പുറത്തു പോയാൽ മതി എന്ന് പറയുമ്പോൾ സാമ്പത്തിക നഷ്ടങ്ങളും അവിടെ പോയിട്ട് നമ്മൾ വിചാരിച്ച തൊഴിൽ തന്നെ ലഭിക്കാതെ കഷ്ടപ്പെടാനൊക്കെ ഉള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ പോകാൻ ശ്രമിക്കുന്നവർ വളരെ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു അവസരം വളരെ പരിശോധിച്ചതിന് ശേഷം പുറപ്പെടുക. അതുപോലെ തന്നെ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട് വിദേശങ്ങളിൽ പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഈ പറഞ്ഞതുപോലെ കുറച്ച് തടസ്സങ്ങളൊക്കെ കാണുന്ന ഒരു കാലഘട്ടമായിട്ട് വരുന്നു. അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ അതിനെക്കുറിച്ച് ഒന്നും കൂടെയൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഇവിടുന്ന് പുറപ്പെടാൻ സാധിക്കൂ. സമയം അനുകൂലമല്ലാത്തത് കൊണ്ട് നമ്മൾ പോകുന്ന കാര്യം ചിലപ്പോൾ വിജയകരമായി ഇരിക്കണമെന്നില്ല. അതുകൊണ്ട് ഈ യാത്രകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കാലിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരുവാനുള്ള സാധ്യത കൂടിയൊരു സമയമാണ്. അപ്പം അതും ഈ പറഞ്ഞ പോലെ നമ്മൾ കാല് തട്ടി വീഴുകയോ അല്ലെങ്കിൽ ചെറിയ വീഴ്ചയൊക്കെ സംഭവിച്ച് കാലിന് ചെറിയ പരിക്കൊക്കെ പറ്റുവാനുള്ളൊരു സാധ്യത കൂടെ സൂചിപ്പിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് വെളിയിറങ്ങാതെ വീട്ടിൽ അടച്ചിരിക്കണം എന്നല്ല ശാസ്ത്രം പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഭരണി നക്ഷത്രക്കാർ. പിന്നെ ചെലവിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ചെലവ് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് വരവ് കുറയുന്ന കാലഘട്ടമായതുകൊണ്ടും അല്ലെങ്കിൽ വരവിനേക്കാൾ ചെലവ് അധികരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ടും നമ്മൾ പർച്ചേസിങ്ങും അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാറ്റിവെച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം സാമ്പത്തിക ചെലവുകൾ കണ്ടെത്തുക. അതുപോലെ തന്നെ ഈ രാഹുവിൻ്റെ വിഷയങ്ങൾ വരുമ്പോൾ ദുസ്വപ്നങ്ങൾ കാണാനും അല്ലെങ്കിൽ സർപ്പം നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ കയറി വരാനോ അല്ലെങ്കിൽ സ്വപ്നത്തിൽ പാമ്പിനെ നിരന്തരം കാണുന്ന എനിക്കൊരു സാധ്യത ഉള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞതുപോലെ അടുത്ത നാഗക്ഷേത്രങ്ങളിൽ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ള നാഗക്ഷേത്രങ്ങളിൽ നാഗർക്ക് വേണ്ട വഴിപാടുകൾ നടത്തി അതിന് വഴിപാടുകൾ നടത്തി കഴിഞ്ഞാൽ ഇത് ഒരു പരിധി വരെ ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ടുവരുന്ന വിദ്യയായിട്ട് പഠിക്കുന്ന പിള്ളേർക്കൊക്കെ വിദ്യയ്ക്ക് ചെറിയ തടസ്സങ്ങളും അലസതയും ഉറക്കത്തൂക്കവും ഒക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒന്ന് അവരെ ഈ അച്ഛനമ്മയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവരോ ഒന്ന് കൂടെ ഇരുന്ന് അവരെയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പഠിച്ച് പോകുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യയ്ക്ക് നമ്മൾ എത്ര പഠിച്ചാലും അത് സമയത്ത് മറന്നു പോകുക അല്ലെങ്കിൽ പഠിക്കാൻ തന്നെ ഒരു മടിയുണ്ടാവുക, ബുക്കെടുത്താൽ ഉറക്കം വരിക. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ പ്രശ്നങ്ങൾ ഈ പഠിക്കുന്ന പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് കാണുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സൈഡിൽ നമ്മൾ മാറ്റി വെച്ചിട്ട് ശിവനും ശാസ്താവിനും ഒക്കെ നമ്മൾ വഴിപാടുകൾ നടത്തുകയും ജലധാര, കൂവളമാല, പിൻവിളക്ക് ഇതുപോലെയുള്ള അർച്ചനകളിലൂടെ ചെയ്തിട്ട് നമ്മൾ നല്ല കുറച്ച് ആത്മവിശ്വാസത്തോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉന്നത വിജയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഏഴരശനി നടക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് പഠിത്തത്തിൽ പിന്നോട്ട് പോകും എന്നുള്ള ഒരു പേടി വേണ്ട. അതിനുള്ള പരിഹാരങ്ങളൂടെ ചെയ്തിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല. അതുപോലെ തന്നെ മത്സര പരീക്ഷകളൊക്കെ നേരിടുന്നവർ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. കാരണം സമയം നമുക്ക് അനുകൂലമല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ കഠിനമായിട്ട് അതിന് പ്രയത്നിക്കേണ്ട ഒരു അവസ്ഥ കൂടെ കാണുന്നുണ്ട്. ഈശ്വരാനുഗ്രഹത്താൽ ഈ ദോഷങ്ങളൊക്കെ മാറി നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. ഇനി